അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. ഗൾഫ് മേഖല വീണ്ടും അതിരൂക്ഷമായ യുദ്ധഭീതിയുടെ നിഴലിൽ തന്നെയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ വെറും ഒരു വാക്പോരിനപ്പുറം വിനാശകരമായ വ്യോമാക്രമണങ്ങളിലേക്കും മിസൈൽ വർഷങ്ങളിലേക്കും വഴിമാറുമ്പോൾ അതിന്റെ പ്രകമ്പനങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്നത് സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഗൾഫ് രാജ്യങ്ങളെയാണ്. കുവൈറ്റിലും ബഹ്റൈനിലും നിരന്തരം മുഴങ്ങിക്കേൾക്കുന്ന അപായ സൈറനുകൾ കേവലം സൈനിക മുന്നറിയിപ്പുകളല്ല, മറിച്ച് തങ്ങളുടെ കഠിനാധ്വാനവും വിയർപ്പും കൊണ്ട് ഗൾഫ് നാടുകളെ കെട്ടിപ്പടുത്ത ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളുടെ ജീവിതത്തിന് മേൽ പതിക്കുന്ന ഇരുണ്ട ഭാവിയുടെ സൂചനകൾ കൂടിയാണ്. ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു യുദ്ധഘട്ടത്തിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നുപോകുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാനുമേൽ 10ാം ഘട്ട ആക്രമണം പൂർത്തിയായതോടെ പ്രതിരോധ നടപടികൾ കൂടുതൽ കടുപ്പിക്കാൻ ഇറാനും തീരുമാനിച്ചിരിക്കുന്നു. ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് അമേരിക്ക കടുത്ത ആക്രമണം അഴിച്ചുവിട്ടത്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെ ഗൾഫ് നാടുകളിൽ നിന്നുള്ള പ്രവാസി പണമാണ്. നിലവിലെ ഈ യുദ്ധസമാന സാഹചര്യം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെ വലിയ തോതിലുള്ള മാനസികവും സാമ്പത്തികവുമായ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അതിപ്രധാനമായ ഊർജ്ജ നിലയങ്ങൾക്കും ജലശുദ്ധീകരണ പ്ലാന്റുകൾക്കും നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇത്തരം അടിസ്ഥാന സൗകര്യ മേഖലകളിൽ രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു ശതമാനവും ഇന്ത്യക്കാരാണ്, പ്രത്യേകിച്ച് മലയാളികൾ. ജോലി സ്ഥലത്തെ അരക്ഷിതാവസ്ഥയും ജീവഭയവും കാരണം പലരും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനു പുറമെ കുവൈറ്റും ബഹ്റൈനും ജോർദാനും ഇറാനിൽ നിന്നുള്ള മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും പൊതുജനങ്ങളോട് സുരക്ഷാ മുൻകരുതലുകൾ കർശനമായി പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഗൾഫ് വ്യോമപാതകളിൽ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്ന് ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ മൂലം നാട്ടിലേക്കുള്ള വിമാനയാത്രകൾ പോലും പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയിലാണ് പ്രവാസികൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഗൾഫിലെ സാമ്പത്തിക സുസ്ഥിരതയ്ക്കും എണ്ണ വിപണിക്കും കോട്ടം സംഭവിച്ചാൽ അത് കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ നിത്യവൃത്തി മുട്ടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ലോകത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങളുടെ വലിയൊരു ശതമാനം കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇന്ന് അമേരിക്കൻ, ഇറാൻ നാവികസേനകളുടെ നേരിട്ടുള്ള പോരാട്ട വേദിയായി മാറിയിരിക്കുകയാണ്. ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും മുഖ്യ ചർച്ചാ പ്രതിനിധിയുമായ മുഹമ്മദ് ബാഖർ കാലിബാഫ് നടത്തിയ വെളിപ്പെടുത്തലുകൾ അന്താരാഷ്ട്ര സമൂഹത്തെ ആകെ ആശങ്കയാഴ്ത്തിയിരിക്കുകയാണ്. ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും കാരണം ഇറാന് തങ്ങളുടെ ക്രൂഡ് ഓയിൽ വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായാൽ ഗൾഫ് മേഖലയിലെ മറ്റൊരു രാജ്യത്തെയും എണ്ണ വിൽക്കാൻ അനുവദിക്കില്ലെന്ന അത്യന്തം തീവ്രമായ നിലപാടിലാണ് ടെഹ്റാൻ. എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന അന്തിമ ഘട്ടത്തിൽ ഈ യുദ്ധം എത്തി നിൽക്കുന്നുവെന്നാണ് അദ്ദേഹം എക്സിലെ തന്റെ ഔദ്യോഗിക കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ അമേരിക്കൻ സൈനിക സാന്നിധ്യം പൂർണ്ണമായും ഒഴിവാക്കിയാൽ മാത്രമേ സാധ്യമാകൂ എന്ന് ഇറാൻ അടിവരയിട്ട് പറയുന്നു. തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ ഗൾഫ് രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും എണ്ണപ്പാതകളും സുരക്ഷിതമായിരിക്കില്ല എന്ന ഇറാന്റെ തുറന്ന ഭീഷണി ഗൾഫ് ഭരണകൂടങ്ങൾക്കും അവിടെ ജീവിക്കുന്ന പ്രവാസികൾക്കും വലിയ ഭീതിയാണ് നൽകുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കൈഫാൻ എന്ന കുവൈറ്റ് എണ്ണ ടാങ്കറിന് നേരെ ഇറാൻ നടത്തിയ വ്യോമാക്രമണം ഈ സംഘർഷങ്ങളുടെ വ്യാപ്തി അന്താരാഷ്ട്ര തലത്തിൽ വർദ്ധിപ്പിച്ചു. ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ കപ്പലിലെ ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും കപ്പലിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് കുവൈറ്റ് ഇറാന്റെ അംബാസിഡറെ നേരിട്ട് വിളിച്ചു വരുത്തി രാജ്യത്തിന്റെ ശക്തമായ പ്രതിഷേധം ഔദ്യോഗികമായി അറിയിച്ചു. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന നിരന്തരമായ ആക്രമണങ്ങളെയും എണ്ണ ടാങ്കറിന് നേരെയുണ്ടാകുന്ന കടന്നുകയറ്റത്തെയും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായ ഭാഷയിൽ അപലപിച്ചു. രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും ആഗോള ഊർജ്ജ വിതരണത്തിനുള്ള കടുത്ത ഭീഷണിയുമായാണ് ഖത്തർ ഇതിനെ വിശേഷിപ്പിച്ചത്. നല്ല അയൽപക്ക ബന്ധങ്ങളുടെ ലംഘനമാണിതെന്നും ഖത്തർ വ്യക്തമാക്കുന്നുണ്ട്. സമാന്തരമായി യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ തങ്ങൾക്കെതിരെ നടത്തുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ സൗദി അറേബ്യയും നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്തു. യമൻ ജനതയെ സൗദി ഉപരോധിക്കുന്നു എന്ന ഹൂതികളുടെ വാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞ സൗദി അറേബ്യ തങ്ങളുടെ അതിർത്തി സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന സൂചനയാണ് നൽകുന്നത്. വെറും വാക്പോരുകൾക്കും ഉപരോധങ്ങൾക്കും അപ്പുറം നേരിട്ടുള്ള വൻകിട സൈനിക നടപടികളിലേക്കാണ് അമേരിക്കയും ഇറാനും നീങ്ങുന്നത്. ഇറാന്റെ പിക്കാക്സ് മൗണ്ടൻ മേഖലയിൽ ഉടൻ തന്നെ അതിശക്തമായ ആക്രമണം നടത്തുമെന്നും വിദേശ കപ്പലുകൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ പ്രധാന പാലങ്ങളോ വൈദ്യുതി നിലയങ്ങളോ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അമേരിക്കൻ വ്യോമസേന തകർക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റേതായ ശൈലിയിൽ മുന്നറിയിപ്പും നൽകി. എന്നാൽ ഇത്തരം അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന പ്രഖ്യാപനവുമായി ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. കണ്ണിന് പകരം കണ്ണ് എന്ന സന്ധിയില്ലാത്ത പ്രതിരോധ തത്വമാണ് ടെഹ്റാൻ യുദ്ധമുഖത്ത് പിന്തുടരുന്നത്. ഇറാന്റെ സിവിലിയൻ സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്കയുടെയോ അവരുടെ സഖ്യകക്ഷികളുടെയോ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ആക്രമണമുണ്ടായാൽ സമാനവും അതിശക്തവുമായ പ്രത്യാക്രമണം അവർക്ക് നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
ഇതിനിടെ നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങളും സജീവമാണ്. ഡൊണാൾഡ് ട്രംപ് ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായി നിർണായക കൂടിക്കാഴ്ച നടത്തുകയും ലെബനനിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കാൻ അമേരിക്കൻ എയർലൈൻസുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ദക്ഷിണ ലെബനനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രയേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ പിന്മാറ്റം ഉറപ്പാക്കണമെന്ന് ലെബനൻ പ്രസിഡന്റ് ഈ ചർച്ചയിൽ അമേരിക്കയോട് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഹിസ്ബുള്ളയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സന്ദേശവും അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് ഇന്ന് അക്ഷരാർത്ഥത്തിൽ കലുഷിതമാണ്. സൈനിക കരുത്ത് കാണിച്ച് പരസ്പരം കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ വൻ ശക്തികളുടെ പോരാട്ടങ്ങൾ ആത്യന്തികമായി നാശത്തിലേക്ക് നയിക്കുന്നത് നിസ്സഹായരായ സാധാരണക്കാരുടെ ജീവിതത്തെയാണ്. ലോകത്തിന്റെ ഊർജ്ജ വിതരണം തടസ്സപ്പെടുന്നത് ആഗോള സാമ്പത്തിക മേഖലയെ കടുത്ത മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്നതിന് പുറമെ ഗൾഫിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളുടെ തൊഴിൽ സുരക്ഷയെയും ജീവിതത്തെയും അത് നേരിട്ട് ബാധിക്കുകയും ചെയ്യും. യുദ്ധമുഖത്ത് ഇരുപക്ഷവും തങ്ങളുടെ പിടിവാശികൾ ഉപേക്ഷിച്ച് ക്രിയാത്മകമായ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ അത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സാമ്പത്തിക മാനുഷിക ദുരന്തത്തിലേക്കാവും വഴി തുറക്കുക. ഗൾഫ് രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നാൽ പ്രവാസികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങേണ്ടിയും വരും. അത് കേരളം പോലെയൊരു സംസ്ഥാനത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. സ്വന്തം നാടും വീടും വിട്ട് കുടുംബത്തിന്റെ വിശപ്പകറ്റാൻ മരുഭൂമിയിൽ ജീവിതം കരുപ്പിടിയിലാക്കുന്ന ഓരോ മലയാളിയുടെയും ഇന്നത്തെ ഒരേയൊരു പ്രാർത്ഥന ഗൾഫ് മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം എന്ന് മാത്രമാണ്. അരനൂറ്റാണ്ടിലേറെയായി കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ലാണ് ഗൾഫ് പ്രവാസം, പ്രത്യേകിച്ച് UAE-യിലേക്കുള്ള കുടിയേറ്റം. ഗൾഫ് സ്വപ്നങ്ങളുമായി നാടുവിടുന്ന ലക്ഷക്കണക്കിന് മലയാളികൾക്ക് ദുബായിലും അബുദാബിയിലുമൊക്കെ എത്തിച്ചേരുക എന്നത് എക്കാലത്തും വലിയൊരു ലക്ഷ്യമാണ്. മുൻകാലങ്ങളിൽ നാട്ടിൽ നിന്ന് ഒരു ടൂറിസ്റ്റ് വിസയിലോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ സ്പോൺസർ ചെയ്യുന്ന സന്ദർശക വിസയിലോ UAE-യിലെത്തി ചുട്ടുപൊള്ളുന്ന വെയിലിൽ കമ്പനികൾ കയറിയിറങ്ങി ജോലി അന്വേഷിക്കുന്നവരായിരുന്നു ഭൂരിഭാഗം സാധാരണക്കാരും പ്രൊഫഷണലുകളും. ലഭ്യമായ കുറഞ്ഞ ദിവസത്തെ വിസയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് ഒരു ജോലി കണ്ടെത്തുക എന്ന വലിയ മാനസിക സമ്മർദ്ദവും അതിന് കഴിഞ്ഞില്ലെങ്കിൽ വിസ പുതുക്കാൻ വേണ്ടിവരുന്ന വലിയ സാമ്പത്തിക ബാധ്യതകളും പലരെയും തളർത്തിയിരുന്നു. മാത്രമല്ല, ടൂറിസ്റ്റ് വിസയിൽ ജോലി അന്വേഷിക്കുന്നത് നിയമപരമായി പൂർണ്ണ സുരക്ഷിതത്വമല്ലാത്തതിനാൽ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ പലവിധ ചൂഷണങ്ങൾക്കും കബളിപ്പിക്കലുകൾക്കും ഇരയാകാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരുന്നു. പുതിയ തൊഴിൽ നിയമങ്ങളും കർശനമായ വിസ വ്യവസ്ഥകളും നിലവിൽ വന്നതോടെ ഈ പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരമായാണ് UAE ഭരണകൂടം ജോബ് സീക്കർ വിസിറ്റ് വിസ അഥവാ തൊഴിലന്വേഷക വിസ എന്ന പുതിയ സംവിധാനം ഔദ്യോഗികമായി അവതരിപ്പിച്ചിരിക്കുന്നത്. സ്പോൺസർമാരോ അല്ലെങ്കിൽ ഹോസ്റ്റോ ഇല്ലാതെ തന്നെ തികച്ചും നിയമപരമായി രാജ്യത്ത് താമസിച്ച് ജോലി അന്വേഷിക്കാൻ വൈദഗ്ധ്യമുള്ള യുവ പ്രൊഫഷണലുകൾക്ക് ഇതിലൂടെ സുവർണാവസരം ലഭിക്കുന്നു. എന്താണ് ഈ ജോബ് സീക്കർ വിസിറ്റ് വിസ? UAE-യിലെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് ഫോർട്ട് സെക്യൂരിറ്റി അഥവാ ICP, ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഫോർ റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അഥവാ GDRFA എന്നിവർ സംയുക്തമായി നൽകുന്ന പ്രത്യേക കാറ്റഗറിയിലുള്ള വിസയാണിത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച പ്രതിഭകളെയും യുവ പ്രൊഫഷണലുകളെയും സാങ്കേതിക വിദഗ്ധരെയും രാജ്യത്തേക്ക് ആകർഷിക്കുക എന്ന ഭരണകൂടത്തിന്റെ വിശാലമായ ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സാധാരണ സന്ദർശക വിസകളിൽ നിന്ന് വ്യത്യസ്തമായി അപേക്ഷകന് UAE-യിൽ ഒരു സ്പോൺസറുടെയോ ബന്ധുവിന്റെയോ പരിചയക്കാരുടെയോ ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപേക്ഷകന്റെ ആവശ്യാനുസരണവും സാമ്പത്തിക ശേഷിക്കുമനുസരിച്ച് 60, 90 അല്ലെങ്കിൽ 120 ദിവസത്തേക്ക് ഈ വിസ സ്വന്തമാക്കാൻ സാധിക്കും. ദീർഘകാലത്തേക്കുള്ള ഈ വിസ സംവിധാനം തൊഴിലന്വേഷകർക്ക് തങ്ങളുടെ മേഖലയ്ക്ക് അനുയോജ്യമായ കമ്പനിയിൽ സാവകാശം അഭിമുഖങ്ങളിൽ പങ്കെടുക്കാനും പല കമ്പനികളിൽ നിന്നുള്ള ഓഫറുകൾ താരതമ്യം ചെയ്ത് ഏറ്റവും മികച്ച തൊഴിൽ കണ്ടെത്താനും ആവശ്യത്തിന് സമയം നൽകുന്നു. ഈ തൊഴിലന്വേഷക വിസ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന ഒന്നല്ല എന്ന കാര്യം കൃത്യമായി ഓർക്കേണ്ടതുണ്ട്. മറിച്ച് കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യതയും പ്രൊഫഷണൽ വൈദഗ്ധ്യവുമുള്ളവരെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ വിസ സമ്പ്രദായം. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള പ്രൊഫഷണൽ തൊഴിൽ കാറ്റഗറിയിൽ 1, 2, 3 നൈപുണ്യ തലങ്ങളിൽ അഥവാ സ്കിൽ ലെവലുകളിൽ ഉൾപ്പെട്ടവർക്കാണ് പ്രധാനമായും ഇതിന് അർഹതയുള്ളത്. സ്കിൽ ലെവൽ 1-ൽ ഉൾപ്പെടുന്നത് പ്രധാനമായും കമ്പനികളുടെ തലപ്പത്തിരിക്കുന്ന ലെജിസ്ലേറ്റർമാർ, ജനറൽ മാനേജർമാർ, ബിസിനസ് എക്സിക്യൂട്ടീവുകൾ, ഭരണ നിർവഹണ മേഖലയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരാണ്. സ്കിൽ ലെവൽ 2-ൽ ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, വൈദ്യശാസ്ത്രം, അധ്യാപനം എന്നീ മേഖലകളിലെ ഉയർന്ന പ്രൊഫഷണലുകൾ വരും. 3-ാം ലെവലിൽ ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലബോറട്ടറി ടെക്നീഷ്യന്മാർ, IT സപ്പോർട്ട് സ്റ്റാഫുകൾ എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ ലോകത്തെ ഏറ്റവും മികച്ച 500 സർവകലാശാലകളിൽ ഒന്നിൽ നിന്ന് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഉയർന്ന മാർക്കോടെ ബിരുദം കരസ്ഥമാക്കിയ യുവതീ-യുവാക്കൾക്കും ഈ വിസയ്ക്ക് നേരിട്ട് അപേക്ഷിക്കാം. ചുരുക്കത്തിൽ കുറഞ്ഞത് ഒരു ബാച്ചിലർ ബിരുദമോ അതിന് തുല്യമായ യോഗ്യതയോ ഉള്ളവർക്ക് മാത്രമേ ഈ വിസ സ്വന്തമാക്കാൻ സാധിക്കൂ. കേരളത്തിൽ നിന്ന് എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, മാനേജ്മെന്റ് തുടങ്ങിയ ബിരുദങ്ങൾ പൂർത്തിയാക്കി UAE-യിലേക്ക് ജോലി തേടി പോകുന്ന 10,000 കണക്കിന് യുവാക്കൾക്ക് ഈ വിസ ഒരു വലിയ അനുഗ്രഹമാണ്.
മുൻകാലങ്ങളിൽ ടൂറിസ്റ്റ് വിസയിൽ വന്ന് ജോലി അന്വേഷിക്കുന്നവർക്ക് പലപ്പോഴും നിയമപരമായ പരിരക്ഷയോ ഇൻഷുറൻസ് പരിരക്ഷയോ ലഭിച്ചിരുന്നില്ല. എന്നാൽ ജോബ് സീക്കർ വിസയിൽ വരുന്നവർക്ക് തങ്ങളൊരു തൊഴിലന്വേഷകനാണെന്ന് ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്താനും മികച്ച കമ്പനികളുടെ HR വിഭാഗങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഇന്റർവ്യൂകൾ നേരിടാനും സാധിക്കും. ഇവിടെ പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും പലരിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിസ ജോലി അന്വേഷിക്കാൻ മാത്രമുള്ളതാണ് എന്നതാണ്. ഈ വിസ കൈവശമുണ്ടെന്ന് കരുതി UAEയിൽ ഏതെങ്കിലും കമ്പനിയിൽ ശമ്പളത്തിന് ജോലി ചെയ്യാൻ പാടുള്ളതല്ല. സന്ദർശക വിസയിൽ ജോലി ചെയ്യുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അതത് കമ്പനി നിങ്ങൾക്ക് ഔദ്യോഗികമായി എംപ്ലോയ്മെന്റ് വിസ അഥവാ വർക്ക് പെർമിറ്റ് നൽകുകയും രാജ്യത്ത് വെച്ച് തന്നെ അതിലേക്ക് വിസ സ്റ്റാറ്റസ് മാറ്റുകയും ചെയ്തതിനു ശേഷം മാത്രമേ ജോലിയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. സമീപകാലത്ത് UAE വിസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിസ കാലാവധി കഴിഞ്ഞുള്ള താമസത്തിന് യാതൊരുവിധ ഗ്രേസ് പീരീഡും ഇല്ലാതെ പ്രതിദിനം 50 ദിർഹം വീതം പിഴ ഈടാക്കുന്ന നിയമം കർശനമാക്കിയിരിക്കുകയാണ്. അതിനാൽ വിസ കാലാവധി കൃത്യമായി നിരീക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. വളരെ ലളിതവും തികച്ചും സുതാര്യവുമായ ഓൺലൈൻ പ്രക്രിയകളിലൂടെയാണ് ഈ വിസയ്ക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഇടനിലക്കാരുടെയോ ഏജന്റുമാരുടെയോ സഹായമില്ലാതെ തന്നെ അപേക്ഷകർക്ക് ഇത് പൂർത്തിയാക്കാം. ദുബായ് എമിറേറ്റിലേക്കാണ് വിസ ആവശ്യമെങ്കിൽ GDRFA വെബ്സൈറ്റ് വഴിയോ അവരുടെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അപേക്ഷിക്കാം. ദുബായ്ക്ക് പുറമെ അബുദാബി, ഷാർജ തുടങ്ങിയ മറ്റ് എമിറേറ്റുകളിലേക്കാണെങ്കിൽ ICP സ്മാർട്ട് സർവീസ് പോർട്ടൽ ഉപയോഗിക്കാവുന്നതാണ്. UAE പാസ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID നൽകി ഒരു പുതിയ അക്കൗണ്ട് സൃഷ്ടിച്ചോ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കാൻ പ്രധാനമായും വേണ്ടത് വ്യക്തമായ ഒരു പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ, കുറഞ്ഞത് 6 മാസമെങ്കിലും കാലാവധിയുള്ള പാസ്പോർട്ടിന്റെ കോപ്പി, UAE അധികൃതർ സാക്ഷ്യപ്പെടുത്തിയ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവയാണ്. സർട്ടിഫിക്കറ്റുകൾ നാട്ടിലെ വിദേശകാര്യ മന്ത്രാലയവും UAE കോൺസുലേറ്റും സാക്ഷ്യപ്പെടുത്തിയത് ആയിരിക്കണം എന്നത് നിർബന്ധമാണ്. രേഖകളെല്ലാം കൃത്യമായി ഓൺലൈനിൽ അപ്ലോഡ് ചെയ്താൽ വെറും 48 മണിക്കൂറിനുള്ളിൽ വിസ നടപടികൾ പൂർത്തിയാക്കി അപേക്ഷകന് ഇമെയിൽ വഴി വിസ ലഭിക്കുന്നതാണ്. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് ഫീസ് അടച്ചതിന് ശേഷം ലഭിക്കുന്ന റഫറൻസ് നമ്പർ ഉപയോഗിച്ച് ഏത് സമയത്തും അപേക്ഷയുടെ പുരോഗതി ട്രാക്ക് ചെയ്യാനും സാധിക്കും. അപേക്ഷകരെ സംബന്ധിച്ച് ഏറ്റവും ആകർഷകമായ മറ്റൊരു കാര്യം ഇതിന്റെ വ്യക്തമായ ഫീസ് നിരക്കുകളാണ്. വിസയുടെ കാലാവധി അനുസരിച്ചാണ് ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. 60 ദിവസത്തെ വിസയ്ക്ക് 200 ദിർഹവും 90 ദിവസത്തെ വിസയ്ക്ക് 300 ദിർഹവും 120 ദിവസത്തെ വിസയ്ക്ക് 400 ദിർഹവുമാണ് അടിസ്ഥാന വിസ ഫീസായി ഈടാക്കുന്നത്. ഇതിനൊപ്പം നിർബന്ധമായും 5% മൂല്യവർദ്ധിത നികുതിയും നൽകേണ്ടതുണ്ട്. ഇവയ്ക്ക് പുറമെ അപേക്ഷകർ 1600 ദിർഹം ഒരു സാമ്പത്തിക ഗ്യാരണ്ടിയായി അഥവാ സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി നൽകേണ്ടതുണ്ട്. ഇത് പേടിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം നിങ്ങൾ വിസ കാലാവധി തീരുന്നതിന് മുമ്പ് രാജ്യം വിടുകയോ അല്ലെങ്കിൽ UAEയിൽ ജോലി ലഭിച്ച് നിങ്ങളുടെ നിലവിലെ വിസ സ്റ്റാറ്റസ് മാറ്റുകയോ ചെയ്താൽ ഈ തുക നിങ്ങൾക്ക് പൂർണ്ണമായും തിരികെ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ നിലവിൽ ഏതെങ്കിലും വിസയിൽ UAEക്കുള്ളിലാണ് ഉള്ളത്, എന്നാൽ ആ വിസയിൽ നിന്ന് പുതിയ ജോബ് സീക്കർ വിസയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇൻസൈഡ് കൺട്രി വിസ ചേഞ്ച് ഫീസായി 520 ദിർഹം അധികമായി നൽകേണ്ടി വരും. ചുരുക്കത്തിൽ UAEയിൽ ഒരു മികച്ച കരിയർ സ്വപ്നം കാണുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഏത് വിദേശ വിദ്യാർത്ഥിക്കും പ്രൊഫഷണലിനും ധൈര്യമായി ഉപയോഗിക്കാവുന്ന ഒരു സുവർണ അവസരമാണ് തൊഴിലന്വേഷക വിസ. കൃത്യമായ യോഗ്യതയുള്ളവർ വ്യാജ ഏജന്റുമാരുടെ പൊള്ളയായ വാഗ്ദാനങ്ങളിൽ വീഴാതെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി നേരിട്ട് അപേക്ഷിച്ചാൽ വളരെ എളുപ്പത്തിൽ ഈ വിസ സ്വന്തമാക്കാനും പൂർണ്ണമായും നിയമപരമായി UAEയിൽ ജോലി അന്വേഷിക്കാനും സാധിക്കും. നിങ്ങളുടെ വിദ്യാഭ്യാസവും നൈപുണ്യവും UAEയുടെ വളർച്ചയ്ക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് തെളിയിക്കാനുള്ള ഏറ്റവും മികച്ച ആദ്യ പടിയാണിത്. മികച്ച മുന്നൊരുക്കത്തോടെയും ആത്മവിശ്വാസത്തോടെയും ദുബായിലേക്കും മറ്റ് എമിറേറ്റുകളിലേക്കും യാത്ര തിരിക്കാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് ഈ പുതിയ വിസ നിയമം വലിയൊരു അനുഗ്രഹമായി മാറും എന്നതിൽ സംശയമില്ല. ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ അന്താരാഷ്ട്ര വ്യോമയാന മേഖല കടുത്ത അനിശ്ചിതത്വത്തിലേക്കാണ് നീങ്ങുന്നത്. വെസ്റ്റ് ഏഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ അതിവേഗം വഷളാകുന്നതിനെ തുടർന്ന് ദുബായ് ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനും റദ്ദാക്കാനും ലോകോത്തര വിമാന കമ്പനികൾ നിർബന്ധിതരായിരിക്കുന്നു. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾക്ക് പുറമെ ഒക്ടോബർ അവസാന വാരം വരെ റദ്ദാക്കലുകൾ നീട്ടിയതായി കമ്പനികൾ പ്രഖ്യാപിച്ചതോടെ ദശലക്ഷക്കണക്കിന് യാത്രക്കാരാണ് വഴിയാധാരമായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളെ തങ്ങളുടെ രണ്ടാമത്തെ വീടായി കാണുന്ന ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളുടെ യാത്രാ സ്വപ്നങ്ങൾക്കും അവധിക്കാല പ്ലാനുകൾക്കും ഈ പ്രതിസന്ധി വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ ഉടലെടുത്ത സൈനിക നീക്കങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് നിലവിലെ ഏവിയേഷൻ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. കുവൈറ്റ് അതിർത്തിക്ക് സമീപം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശത്രു ഡ്രോണുകൾ തകർത്തതായി കുവൈറ്റ് സൈന്യം സ്ഥിരീകരിച്ച സംഭവം മേഖലയിലെ സുരക്ഷാ ആശങ്ക ഇരട്ടിയാക്കി. ഹോർമൂസ് കടലിടുക്കിലും പരിസര പ്രദേശങ്ങളിലും സൈനിക സാന്നിധ്യം ശക്തമായതോടെ സാധാരണ യാത്രാ വിമാനങ്ങൾക്ക് നേരെ ഉണ്ടാകാനിടയുള്ള അപകട സാധ്യതകൾ മുന്നിൽ കണ്ട് അന്താരാഷ്ട്ര വ്യോമയാന അതോറിറ്റികൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി നൽകിയ മുന്നറിയിപ്പുകൾ കണക്കിലെടുത്ത് പല മുൻനിര വിമാന കമ്പനികളും സംഘർഷബാധിത പ്രദേശങ്ങളുടെ വ്യോമാതിർത്തിയെ ഒഴിവാക്കിയാണ് ഇപ്പോൾ സർവീസ്
സർവീസ് നടത്തുന്നത്. മിസൈലുകളും ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സജീവമായിരിക്കുന്ന ആകാശത്തു നിന്നുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വിമാനങ്ങളുടെ റൂട്ടുകൾ ദീർഘദൂര പാതകളിലേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടി വരുന്നു. ഇത് ഇന്ധന ചെലവ് കുത്തനെ വർദ്ധിപ്പിക്കുകയും യാത്രാ സമയം മണിക്കൂറുകളോളം നീട്ടുകയും ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഏവിയേഷൻ ഹബ്ബുകളിലൊന്നായ ദുബായിലേക്കും മറ്റ് മധ്യപൂർവേഷ്യൻ നഗരങ്ങളിലേക്കുമുള്ള സർവീസുകളിൽ ഭൂരിഭാഗവും വൻകിട അന്താരാഷ്ട്ര കമ്പനികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ബ്രിട്ടീഷ് എയർവേസ്, ലുഫ്താൻസ ഗ്രൂപ്പ്, എയർ കാനഡ, ഫിൻഎയർ, സിംഗപ്പൂർ എയർലൈൻസ്, കാത്തെ പസഫിക്, ITI എയർവേസ് എന്നിവയും ദുബായ്, റിയാദ്, ടെൽ അവീവ്, അമ്മാൻ, ബെയ്റൂട്ട് തുടങ്ങിയ പ്രമുഖ കേന്ദ്രങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ഒക്ടോബർ അവസാന വാരം വരെ റദ്ദാക്കിയിട്ടുണ്ട്. നെതർലൻഡിന്റെ KLM, പ്രമുഖ ബജറ്റ് വിമാന കമ്പനിയായ വിസ് എയർ, ഏജിയൻ എയർലൈൻസ്, എയർ അസ്താന എന്നിവ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലേക്ക് തങ്ങളുടെ സർവീസുകൾ വലിയ വെട്ടിക്കുറക്കലുകൾ വരുത്തിയിട്ടുണ്ട്. ഇതിനിടെ എയർ ഫ്രാൻസും ടർക്കിഷ് എയർലൈൻസും ചില സർവീസുകൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മേഖലയിലെ അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ കാരണം അവസാന നിമിഷം പോലും സർവീസുകൾ റദ്ദാക്കപ്പെടുകയോ തീയതികൾ മാറ്റപ്പെടുകയോ ചെയ്യുന്നുണ്ട്. മേഖലയിലെ പ്രമുഖ വിമാന കമ്പനികളായ എമിറേറ്റ്സ്, എത്തിഹാദ്, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ എന്നിവ തങ്ങളുടെ പ്രധാന ദീർഘദൂര അന്താരാഷ്ട്ര സർവീസുകൾ വലിയ അളവിൽ തുടരുന്നുണ്ടെങ്കിലും കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ ഹ്രസ്വദൂര പാതകളിൽ സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. UAE-യിൽ നിന്നും കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കുമുള്ള പ്രതിദിന സർവീസുകൾ നിർത്തിവെക്കേണ്ടി വന്നത് GCC രാജ്യങ്ങൾക്കിടയിൽ ദിനംപ്രതി യാത്ര ചെയ്യുന്ന വ്യാപാരികളെയും ജീവനക്കാരെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളവും അബുദാബി സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളവും പ്രവർത്തന സജ്ജമായി തുടരുന്നുണ്ടെങ്കിലും പല വിമാനങ്ങളും സമയക്രമം പാലിക്കാൻ സാധിക്കാതെ വൈകിയോടുകയാണ്. വിമാനത്താവളങ്ങളിൽ കണക്റ്റിംഗ് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതും പല വഴികളിലൂടെയുള്ള ആകാശപാതകൾ അടയുന്നതും ഏവിയേഷൻ രംഗത്തെ പ്രവർത്തനങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. വേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കാനിരിക്കുന്ന സമയത്തും നാടുകളിലേക്ക് മടങ്ങാനും ഗൾഫിലേക്ക് തിരിച്ചെത്താനും തയ്യാറെടുക്കുന്ന ആയിരക്കണക്കിന് പ്രവാസി മലയാളികൾക്ക് ഈ വിമാന വിലക്കുകൾ കനത്ത ആഘാതമായി മാറിയിരിക്കുന്നു. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഗൾഫ് വഴി കേരളത്തിലേക്ക് കണക്റ്റിംഗ് വിമാനങ്ങൾ വരാൻ പ്ലാൻ ചെയ്ത പ്രവാസികളാണ് ഏറ്റവും വലിയ ദുരിതത്തിലായിരിക്കുന്നത്. യൂറോപ്യൻ വിമാന കമ്പനികൾ സർവീസ് നിർത്തിയതോടെ പലർക്കും ബദൽ യാത്രാ മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. നേരിട്ടുള്ള വിമാന സർവീസുകളുടെ ലഭ്യത കുറഞ്ഞതോടെ ലഭ്യമായ ചുരുക്കം ചില വിമാനങ്ങളിൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരാൻ സാധ്യതയുമേറി. വിസ കാലാവധി അവസാനിക്കാറായവരും പുതിയ ജോലിയിൽ പ്രവേശിക്കേണ്ടവരും അടിയന്തര ആവശ്യങ്ങൾക്ക് നാട്ടിൽ പോകേണ്ടവരും എന്ത് ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിലാണ്. വിമാനങ്ങൾ അവസാന നിമിഷം റദ്ദാക്കപ്പെടുമ്പോൾ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിപ്പോകുന്നവർക്ക് താമസ സൗകര്യവും പകരം യാത്രാ മാർഗവും കണ്ടെത്തുക എന്നത് വലിയ സാമ്പത്തിക ബാധ്യതയായി പ്രവാസികളുടെ മേൽ അങ്ങനെ പതിക്കുന്നു. നിലവിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് യാത്രാ പദ്ധതികളുള്ള എല്ലാവരും വിമാനത്താവളത്തിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് അതത് കമ്പനികളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളോ മൊബൈൽ ആപ്പുകളോ വഴി യാത്രാ സമയം കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ട യാത്രക്കാർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായി തിരികെ നേടാനോ മറ്റു തീയതികളിലേക്ക് സൗജന്യമായി ടിക്കറ്റ് മാറ്റി നൽകാനോ വിമാന കമ്പനികൾ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കാൻ അധികൃതർ കർശന നിർദ്ദേശം നൽകുന്നു. മുൻകൂട്ടി ബോർഡിംഗ് പാസുകൾ ഡിജിറ്റലായി നേടുകയും വിമാനത്താവളങ്ങളിൽ സാധാരണ സമയത്തേക്കാൾ മുൻപേ എത്തുവാനും ശ്രദ്ധിക്കണം. മധ്യപൂർവ്വ ദേശത്ത് എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും വ്യോമയാന മേഖല പൂർണ്ണതോതിൽ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള പ്രവാസി സമൂഹം. കുവൈറ്റിലുള്ള ലക്ഷക്കണക്കിന് പ്രവാസി ഭാരതീയർക്ക് വലിയ ആശ്വാസമേകി പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കോൺസുലർ സേവനങ്ങൾ പുതിയ അപേക്ഷാ കേന്ദ്രങ്ങൾ വഴി ഔദ്യോഗികമായി പുനരാരംഭിച്ചു. കരാർ ഏജൻസിയായ ഡു ഡിജിറ്റൽ ഗ്ലോബൽ മുഖേന സജ്ജീകരിച്ച 3 അത്യാധുനിക സേവന കേന്ദ്രങ്ങളിലൂടെയാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. കുവൈറ്റ് സിറ്റി, ഫഹാഹീൽ, ദജീജ് എന്നിവിടങ്ങളിലെ ഈ സെന്ററുകൾ വഴി സേവനം ലഭ്യമായി തുടങ്ങി. കേന്ദ്രങ്ങൾ എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ തടസ്സമില്ലാതെ പ്രവർത്തിക്കും. സേവനങ്ങൾ പ്രവാസികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി കുവൈറ്റ് സിറ്റി ബ്ലോക്ക് 11-ലെ സാലിം അൽ മുബാറക് സ്ട്രീറ്റ്, അതുപോലെ ഫഹാഹീൽ, സമ മാൾ, ദജീജിലെ വാഹ മാൾ എന്നിവിടങ്ങളിലാണ് അപേക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. മുൻകൂട്ടി ഓൺലൈനായി അപ്പോയിന്റ്മെന്റ് എടുത്തവർക്കും നേരിട്ടെത്തുന്നവർക്കും ഇവിടെ നിന്ന് സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിനായി പ്രവാസികൾക്ക് kwicadigitalglobal.com എന്ന ഔദ്യോഗിക പോർട്ടൽ ഉപയോഗിക്കാവുന്നതാണ്. ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നവർ അപേക്ഷിക്കുന്ന സേവനത്തിന്റെ കൃത്യമായ കാറ്റഗറി തന്നെ തെരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് എംബസി പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതിയ കേന്ദ്രങ്ങൾ സജീവമായതോടെ ഇന്ത്യൻ എംബസിയിൽ നേരിട്ട് അപേക്ഷകൾ സ്വീകരിക്കുന്നത് പൂർണ്ണമായും നിർത്തിവെച്ചു. കോൺസുലാർ സേവനങ്ങൾക്കായി ഇന്ത്യൻ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഔദ്യോഗിക ഫീസിന് പുറമെ ഓരോ അപേക്ഷയ്ക്കും 6 കുവൈത്തി ദിനാർ സേവന നിരക്കായി ഡു ഡിജിറ്റൽ ഗ്ലോബൽ ഈടാക്കും. എന്നാൽ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാരായ തൊഴിലാളികൾക്ക് അധിക ബാധ്യത വരാത്ത രീതിയിലാണ് ഈ നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. അപേക്ഷാ ഫോം പൂരിപ്പിക്കൽ, ഫോട്ടോ എടുക്കൽ, രേഖകൾ ടൈപ്പ് ചെയ്യൽ, ആവശ്യമായ പ്രിന്റൌട്ടുകളും ഫോട്ടോ കോപ്പികളും എടുക്കൽ, രാജ്യത്തിനകത്തുള്ള കൊറിയർ ഡെലിവറി സേവനം എന്നിവയെല്ലാം ഈ 6 ദിനാർ സേവന നിരക്കിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. മുൻകാലങ്ങളിൽ പുറത്തുള്ള ടൈപ്പിംഗ് സെന്ററുകളെ ആശ്രയിച്ച് അധിക തുക ചെലവാക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇതോടെ പരിഹാരമാവുകയാണ്.
ടെൻഡർ നടപടികളിലെ നിയമ പോരാട്ടങ്ങളെ തുടർന്ന് മാസങ്ങളായി നിലനിന്നിരുന്ന അനിശ്ചിതത്വത്തിനാണ് ഇതോടെ വിരാമമാകുന്നത്. ഈ മാസം ആദ്യവാരം കരാർ കൈമാറിയെങ്കിലും ടെൻഡറിൽ അയോഗ്യരാക്കപ്പെട്ട കമ്പനി നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി കരാർ റദ്ദാക്കിയിരുന്നു. ഇതേ തുടർന്ന് അടിയന്തര ആവശ്യങ്ങൾക്കായി എംബസി നേരിട്ട് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയെങ്കിലും ശക്തമായ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ പ്രവാസികളുടെ അടിയന്തര ആവശ്യങ്ങളും യാത്രാ തടസ്സങ്ങളും പരിഗണിച്ച് കുവൈറ്റ് ഉൾപ്പെടെ 4 രാജ്യങ്ങളിൽ താൽക്കാലികമായി കരാർ കമ്പനികളെ ചുമതലയേൽപ്പെടുത്താൻ സുപ്രീം കോടതി അനുമതി നൽകുകയായിരുന്നു. സുപ്രീം കോടതിയുടെ ഈ ഇടപെടലാണ് കുവൈറ്റിലെ 10 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ സമൂഹത്തിന്, പ്രത്യേകിച്ച് മലയാളി പ്രവാസികൾക്ക് വലിയ അനുഗ്രഹമായി മാറിയത്. മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായ ഓണം പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ കടൽ കടന്നുള്ള വാർത്തകൾ ഗൾഫ് പ്രവാസികൾക്ക് നൽകുന്നത് ഇരട്ടി മധുരമാണ്. നാട്ടിലെ ഓണച്ചന്തകളും വ്യാപാര സ്ഥാപനങ്ങളും സജീവമാകാൻ തുടങ്ങുന്ന ഈ അവസരത്തിൽ തന്നെയാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡുകൾ ഭേദിച്ച് താഴേക്ക് പതിക്കുന്നതും തന്മൂലം ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്ക് കുത്തനെ ഉയരുന്നതും. മണലാരണ്യത്തിൽ വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന ഓരോ പ്രവാസിക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഓണക്കോടിയും ആഘോഷങ്ങൾക്കുള്ള വകയും നൽകാൻ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ ഓരോ ദിർഹത്തിനും റിയാലിനും മുൻപെങ്ങുമില്ലാത്ത വിധം ഉയർന്ന തുകയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു സാമ്പത്തിക പ്രതിഭാസം എന്നതിനേക്കാൾ ലക്ഷക്കണക്കിന് പ്രവാസി കുടുംബങ്ങളുടെ ഓണാഘോഷങ്ങളെ ഈ കറൻസി വ്യതിയാനം എങ്ങനെ കൂടുതൽ വർണ്ണാഭമാക്കുന്നു എന്നും ഇതിന് പിന്നിലെ ആഗോള രാഷ്ട്രീയ സാമ്പത്തിക കാരണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. അന്താരാഷ്ട്ര വിപണിയിൽ അമേരിക്കൻ ഡോളറിനുണ്ടാകുന്ന നേരിയ മാറ്റങ്ങൾ പോലും ലോകമെമ്പാടുമുള്ള സാമ്പത്തിക മേഖലകളെ സ്വാധീനിക്കാറുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാധീനം വളരെ വലുതാണ്. ഒമാനി റിയാൽ, UAE ദിർഹം, സൗദി റിയാൽ, ബഹ്റൈൻ ദിനാർ, കുവൈറ്റ് ദിനാർ, ഖത്തർ റിയാൽ തുടങ്ങിയ ഗൾഫ് കറൻസികളെല്ലാം തന്നെ അമേരിക്കൻ ഡോളറുമായി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഡോളർ ശക്തിപ്പെടുമ്പോൾ സ്വാഭാവികമായും ഗൾഫ് കറൻസികളുടെയും കരുത്ത് വർദ്ധിക്കുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഒരു ഒമാനി റിയാലിന് 250 രൂപ 60 പൈസ എന്ന ഉയർന്ന നിരക്കിലാണ് ഒമാനിലെ എക്സ്ചേഞ്ചുകൾ വിനിമയം നടക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇത് 251 രൂപയ്ക്ക് മുകളിൽ പോയിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. ബാങ്കുകൾ ഈടാക്കുന്ന ചെറിയ സർവീസ് ചാർജുകൾ കഴിച്ചാൽ പോലും പ്രവാസികൾക്ക് വലിയൊരു തുക ലാഭമായി ലഭിക്കുന്നുണ്ട്. ഓണക്കാലം ലക്ഷ്യമാക്കി നാട്ടിലേക്ക് വലിയ തോതിൽ പണമയക്കുന്ന ഈ സമയത്ത് വിനിമയ നിരക്കിലുണ്ടാകുന്ന ഓരോ പൈസയുടെയും വർധനവും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ അധിക മൂലധനമാണ് എത്തിക്കുന്നത്. രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് പിന്നിലെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നാം ചെന്നെത്തുന്നത് പശ്ചിമേഷ്യയിലെ സങ്കീർണമായ ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കടുത്ത പ്രതിസന്ധിയാണ് സാമ്പത്തിക ലോകത്തെ പ്രധാന വില്ലൻ. ആഗോള എണ്ണ വിതരണത്തിന്റെ വലിയൊരു ശതമാനം കടന്നുപോകുന്ന ഈ സമുദ്രപാതയിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന നിരന്തരമായ ഭീഷണികളും യാത്രാ പ്രതിസന്ധിയും അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന ഭയം ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരാൻ കാരണമായി. ബാരലിന് 94 അമേരിക്കൻ ഡോളറിന് മുകളിലേക്കാണ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നത്. ഇന്ത്യയെ പോലെ തങ്ങൾക്ക് ആവശ്യമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 80% ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിന് ക്രൂഡ് ഓയിൽ വിലയിലുണ്ടാകുന്ന ചെറിയ വർധനവ് പോലും വലിയ തിരിച്ചടിയാണ്. കൂടുതൽ ഡോളർ കൊടുത്ത് എണ്ണ വാങ്ങേണ്ടി വരുമ്പോൾ വിപണിയിൽ ഡോളറിന് ആവശ്യക്കാരേറുകയും രൂപയുടെ മൂല്യം സ്വാഭാവികമായും ഇടിയുകയും ചെയ്യുന്നു. ക്രൂഡ് ഓയിൽ പ്രതിസന്ധിക്ക് പുറമെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇപ്പോൾ പ്രകടമാകുന്ന അനിശ്ചിതത്വങ്ങളും രൂപയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 96.57 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയത് സാമ്പത്തിക ലോകത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചനകൾ കണ്ടു തുടങ്ങുകയും പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുമ്പോൾ വിദേശ നിക്ഷേപകർ സുരക്ഷിതമായ നിക്ഷേപമെന്ന നിലയിൽ അമേരിക്കൻ ഡോളറിലേക്ക് ചേക്കേറുന്നത് പതിവാണ്. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ ഓഹരി വിപണികളിൽ നിന്നും ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് വിദേശ നിക്ഷേപകർ പിൻവലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പിൻവലിച്ച് ഡോളറാക്കി മാറ്റുമ്പോൾ രൂപയുടെ ഡിമാൻഡ് കുത്തിനെ താഴോട്ട് പോകുന്നു. ഈ വർഷം ഇതുവരെ മാത്രം 7.5% മൂല്യശോഷണമാണ് ഇന്ത്യൻ രൂപയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട്. കറൻസി വിനിമയ നിരക്കിലെ ഈ വർധനവ് പ്രവാസികൾക്ക് ലോട്ടറി അടിച്ചതിന് തുല്യമാണെങ്കിലും ഇതിനൊരു മറുപുറം കൂടിയുണ്ട്. രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇന്ത്യയിൽ അതിരൂക്ഷമായ വിലക്കയറ്റത്തിന് വഴിവെക്കും എന്നതാണ് യാഥാർത്ഥ്യം. പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുന്നത് ഗതാഗത ചെലവുകൾ കൂട്ടുകയും അത് നിത്യോപയോഗ സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും വില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്തേക്കാം. പ്രവാസികൾക്ക് വിനിമയ നിരക്കിലൂടെ കിട്ടുന്ന അധിക തുകയുടെ ഒരു വലിയ ഭാഗം നാട്ടിലെ ഈ വിലക്കയറ്റത്തിൽ ഇല്ലാതാകാൻ സാധ്യതയുണ്ടെന്ന കാര്യവും ചിലപ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി എളുപ്പത്തിൽ തീരുന്ന ലക്ഷണമില്ലാത്തതിനാൽ ക്രൂഡ് ഓയിൽ വില ഇനിയും ഉയർന്നേക്കാം. ഈ സാഹചര്യത്തിൽ ഫോറക്സ് മാർക്കറ്റിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശക്തമായ ഇടപെടൽ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നിലവിലെ ആഗോള സാഹചര്യങ്ങളിൽ ഡോളർ വിറ്റഴിച്ചുള്ള RBIയുടെ ഇടപെടലുകൾ പരിമിതമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിലും രൂപയുടെ ഈ ചാഞ്ചാട്ടം തുടരാൻ തന്നെയാണ് സാധ്യത. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും മലയാളികൾക്ക് ഓണം കേവലം ഒരു ഉത്സവമല്ല, അതൊരു വികാരമാണ്. ആഗോള രാഷ്ട്രീയത്തിലെ അനിശ്ചിതത്വങ്ങളും കടലിടുക്കിലെ യുദ്ധഭീതികളും കാരണം രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ അത് പ്രവാസികൾക്ക് നാട്ടിലേക്ക് കൂടുതൽ പണമയക്കാനുള്ള
വലിയൊരു അവസരമായാണ് മാറുന്നത്. വിനിമയ നിരക്ക് റെക്കോർഡ് ഉയരത്തിൽ നിൽക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തി പരമാവധി തുക നാട്ടിലെ അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിലും വരാനിരിക്കുന്ന സാമ്പത്തിക അനിശ്ചിതത്വങ്ങളെയും വിലക്കയറ്റത്തെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് ആഘോഷങ്ങൾക്കൊപ്പം തന്നെ ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിനും ഈ ഓണക്കാലത്ത് മുൻഗണന നൽകണം. ഹോർമൂസ് കടലിടുക്കിലെ ഒരു എണ്ണക്കപ്പലിന്റെ യാത്ര കേരളത്തിലെ ഒരു സാധാരണക്കാരന്റെ ഓണസദ്യയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നത് ആഗോളവൽക്കരിക്കപ്പെട്ട പുതിയ ലോകത്തെ സാമ്പത്തിക ബന്ധങ്ങളുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഈ ഉയർന്ന വിനിമയ നിരക്ക് നൽകുന്ന ആനുകൂല്യം വിവേകപൂർവ്വം ഉപയോഗിച്ച് എല്ലാ പ്രവാസികൾക്കും സമ്പൽ സമൃദ്ധമായ ഒരോണം ആഘോഷിക്കാൻ സാധിക്കട്ടെ. നാടിനും വീടിനുമായി മരുഭൂമിയിൽ ജീവിതം ഹോമിക്കുന്ന പ്രവാസികളുടെ സന്തോഷങ്ങൾ ഇനി പുതിയൊരു അനുഭവമാക്കാം. നിങ്ങളുടെ ചെറുതും വലുതുമായ വിശേഷങ്ങളും പ്രവാസ ലോകത്തെ വാർത്തകളും നാട്ടിലെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 അവസരമൊരുക്കുന്നു. ഗൾഫിലെ വിശേഷങ്ങൾ ചിത്രങ്ങളായോ വീഡിയോകളായോ 9182441143 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കൂ. അക്കരയിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകൾ ഗൾഫിലിരുന്ന് നിങ്ങൾക്കും നാട്ടിലിരുന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കാണാം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വീഡിയോകൾ അയച്ചോളൂ. നിങ്ങളുടെ വാർത്തകൾ ഇനി നാടറിയട്ടെ. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും നമുക്ക് അക്കരയിലൂടെ കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.